ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ കെടുതിയായിട്ട് മാറിയത് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു പള്ളിക്കൂടത്തിലേക്കുള്ള ആക്രമണമായിരുന്നു. എത്ര നൂറിലധികം കുട്ടികൾ മരിച്ചു എന്നുള്ള സങ്കടപ്പെടുത്തുന്ന വാർത്ത വരുന്നു. ലോകശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ ആനയും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചുവട്ടിലെ പോച്ചയ്ക്ക് കുഴപ്പമാകുമെന്ന് പറയുന്ന പോലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. ഇതിന് എപ്പോഴും ഈ യുദ്ധത്തിന് നടുവിൽ പെട്ടുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിലാണ് ഈ സ്കൂളിൽ നടന്ന മനുഷ്യ മനസാക്ഷിയെ പിടിച്ചൊലിച്ച ഒരു ആക്രമണം ഉണ്ടായതും അതുവഴി ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് അമേരിക്കൻ മിസൈലുകൾ 115 പെൺകുട്ടികളെ ഒറ്റ നിമിഷം കൊണ്ട് കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത കൂടി വരികയാണ്. ഈ മിസൈലുകളുടെ ആക്രമണത്തിൽ, മിസൈലുകളുടെ അറ്റാക്കിൽ കുട്ടികൾ ചുട്ടരിക്കപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്ത വരുന്നു. ഈ അത്യന്തം ഷോക്കിംഗ് ആയ ന്യൂസ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം മിനാബ് നദിയുടെ കരയിലാണ് മിനാബ് പട്ടണം. രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് ചിരിച്ചും കളിച്ചും പോയ ആ കുഞ്ഞുങ്ങൾ ഇനി തിരികെ വരില്ല. ടെഹ്റാൻ യുദ്ധഭീതിയുടെ നിഴലിലായിരുന്നെങ്കിലും മിനാബ് പട്ടണം അതിൽ നിന്നെല്ലാം വളരെ അകലെയായിരുന്നു. ടെഹ്റാൻ ഉൾപ്പെടെ വടക്ക് പടിഞ്ഞാറൻ നഗരങ്ങളെ അമേരിക്ക ലക്ഷ്യമിടുമെന്നായിരുന്നു നിഗമനം. എന്നാൽ യുദ്ധക്കൊതിയുടെ രക്തസാക്ഷികളായി മിനാബിലെ ഗേൾസ് സ്കൂളിലെ കുട്ടികൾ മാറി. തകർന്നു വീണ കെട്ടിടത്തിൽ നിന്ന് കുട്ടികളുടെ ശരീരങ്ങളുമായി അധികൃതർ ആശുപത്രികളിലേക്ക് ഓടി. കുട്ടികളുടെ കളിച്ചിരികൾ നിറഞ്ഞു നിന്ന സ്കൂൾ മൈതാനത്ത് പിന്നീട് ഉയർന്നത് മക്കളെ തേടിയെത്തിയ രക്ഷിതാക്കളുടെ കൂട്ട നിലവിളി. മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂൾ ആക്രമിച്ചതിന് ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരക്ചി അറിയിച്ചിരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.